ഛത്തീസ്ഗഡിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു ഉണ്ടായി എന്ന വാർത്തയാണ്. കാങ്കർ ജില്ലയിലാണ് ഈ സംഭവം അരങ്ങേറിയത്. മാവോയിസ്റ്റുകൾ മുമ്പ് സ്ഥാപിച്ചിരുന്ന കുഴിബോംബ് പൊട്ടിത്തെറിച്ചാണ് ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചത്. PR അരവിന്ദ് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അരവിന്ദ്, എന്താണ് ശരിക്കും ഉണ്ടായത്? ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ വനമേഖലയിൽ ഈ കുഴിബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. മാവോയിസ്റ്റുകൾ ഈ മാർച്ച് 31 മുൻപ് തന്നെ ഇവിടെ കുഴിബോംബ് സ്ഥാപിച്ചിരുന്നു. ഈ കുഴിബോംബ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് ആ സ്ഫോടനം ഉണ്ടാവുകയും 3 ജവാന്മാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. ഒരു ജവാന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് കൂടി സുരക്ഷാ സേന വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ജവാനെ സമീപത്തെ ആശുപത്രിയിൽ ആവശ്യമായ ചികിത്സ ഇപ്പോൾ നൽകി വരികയാണെന്നും ആ സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട്. ജില്ലാ റിസർവ് ഗാർഡിലെ 3 ജവാന്മാർക്കാണ് ആ ജീവൻ നഷ്ടമായത്. എന്തായാലും ഈ മേഖലയിലടക്കം ഇപ്പോൾ സൈന്യം ശക്തമായ തിരച്ചിൽ നടത്തുകയാണ്. കാരണം കൂടുതൽ കുഴിബോംബുകൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ടോ നടക്കമുള്ള പരിശോധന കൂടി ഇപ്പോൾ സുരക്ഷാ സേന നടത്തി വരുന്നു. നമുക്കറിയാം, മാർച്ച് 31 രാജ്യത്തെ മാവോയിസ്റ്റ് മുക്തമായി പ്രഖ്യാപിച്ചത്. പക്ഷേ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബുകളും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളടക്കം ഈ ഛത്തീസ്ഗഡിലെ വിവിധ മേഖലയിലുണ്ട്. ഇതിൽ പരിശോധനയിൽ ഇടയിലാണ് ഇന്നൊരു കുഴിബോംബ് സ്ഫോടനം ഉണ്ടാവുകയും 3 ജവാന്മാർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.